ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കാവ് സ്പീക്സ് ബൈ കവി. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ പുതിയൊരു ഇമിഗ്രേഷൻ പാത്വേസ് 3 പൈലറ്റ് പ്രോഗ്രാംസ് ക്യൂബക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പാത്വേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം, അതിന്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ. മുന്നേ ഞാൻ ഒണ്ടാരിയോടെ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാംസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരെ ലൈക്ക് RCIP, FCIP, കെയർ ഗിവർ, റെഡി പ്രോഗ്രാം, അപ്പൊ ഇതിനൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ അത് പോയി കാണാം. പിന്നെ ഈ ഒരു ക്യൂബക്കിലെ പ്രോഗ്രാംസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ ഈ ഒരു പ്രോഗ്രാം 2021 മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഇപ്പൊ ഒരു സ്കിൽഡ് വർക്കേഴ്സിന് വേണ്ടി സ്പെസിഫിക്കലി അത് റീലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജനുവരി 13, 2025 അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി ഡിസംബർ 31 വരെയാണ് ഇതിനുള്ള അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ടൈം. അപ്പോൾ ഇതിപ്പോ ഓപ്പൺ ആക്കിയിട്ടുള്ളത് ഈ ഒരു വർഷത്തേക്ക് മാത്രമാണ് ഇപ്പോൾ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ ഒരു ക്യൂബക്കില് അവർക്ക് വേണ്ട സ്കിൽഡ് വർക്കേഴ്സിനെ കിട്ടാനും അവർക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ഒരു എലിജിബിൾ ആണെങ്കിൽ അവർക്ക് PR കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പാത്വേസ് ആണ് ഈ 3 അപ്പൊ ഈ പ്രോഗ്രാംസിന്റെ നെയിം എന്താണെന്ന് വെച്ചാല് ഒന്നാമത്തത് പെർമനന്റ് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം ഫോർ ഫുഡ് പ്രോസസിംഗ് വർക്കേഴ്സ് PPTA, പിന്നെ പെർമനന്റ് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം ഫോർ ബെനിഫിഷ്യറി അറ്റൻഡന്റ്, അത് PPPAB. മൂന്നാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് പെർമനന്റ് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം ഫോർ AI, IT ആൻഡ് വിഷ്വൽ എഫക്ട്സ് ആണ്. അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് PPIA ആൻഡ് TIEVC എന്നാണ്. അപ്പൊ ഈ 3 പ്രോഗ്രാംസിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻസ് അവർ വിളിക്കുന്നത് ജനുവരി 13, 2025 ഓൾറെഡി സ്റ്റാർട്ട് ആക്കി. അവിടുന്ന് ഡിസംബർ 31, 2025 വരെയാണ് ഈ ഒരു 3 പ്രോഗ്രാംസിനും വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻസ് അവർ അക്സെപ്റ്റ് ചെയ്യണത്. അപ്പൊ ഇതിൽ തന്നെ ആദ്യത്തെ 2 പ്രോഗ്രാംസ് ഞാൻ പറഞ്ഞില്ലേ, ഫുഡ് പ്രോസസേഴ്സിന്റെയും ബെനിഫിഷ്യറി അറ്റൻഡൻസിനും 600 അപ്ലിക്കേഷൻസ് ഈച്ച് ആണ് വിളിക്കണത്. വെച്ചാൽ 1200 അപ്ലിക്കേഷൻസ് അവർ ടോട്ടലി വിളിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തേതിൽ അവർ ഡിവൈഡ് ചെയ്തിട്ട് 2 കമ്പോണന്റ് ആക്കിയിട്ടാണ് വിളിക്കണത്. വെച്ചാൽ 600 അപ്ലിക്കേഷൻ തന്നെയാണ്, പക്ഷെ 300 അപ്ലിക്കേഷൻസ് അത് AI കാര്യത്തിനും 300 IT കമ്പോണന്റിന് വേണ്ടിയിട്ട് 2 കമ്പോണന്റ് ആക്കി തിരിച്ചിട്ടാണ് അവർ അപ്ലിക്കേഷൻസ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ജനുവരി 1, 2026 ആണ്. ഡിസംബർ 31 അവർ അപ്ലിക്കേഷൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് അവർ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ജനുവരി 1, 2026 ഈ ഒരു പ്രോഗ്രാം എൻഡിങ് ആണ് ആവുന്നത്. ഇനി ആ 3 പ്രോഗ്രാംസിന്റെ എലിജിബിലിറ്റീസ് എന്തൊക്കെയാണ്, നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട എലിജിബിലിറ്റി ഏതൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റത്തെ പ്രോഗ്രാം ഫുഡ് പ്രോസസിംഗ് വർക്കേഴ്സിനുള്ളതാണ്. അപ്പൊ അതിന്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നോക്കാം. അപ്പൊ 18 വയസ്സിന് മുകളിലുള്ള ഏജ് ഉള്ളവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ക്യൂബക്കിൽ പോയിട്ട് സെറ്റിൽ ചെയ്യാനും ലിവിങ് അവിടെ മീൻസ് അവിടെ വർക്ക് ചെയ്ത് അവിടെ ജീവിക്കാനൊന്നും കുഴപ്പമില്ലാതെ അവിടെ സെറ്റിൽ ആവാൻ പറ്റണം. അങ്ങനെയുള്ളവർക്കാണ് ഇത് എലിജിബിൾ ആവുന്നത്. പിന്നെ അടുത്ത എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്ന് വെച്ചാൽ ഒന്ന് സെക്കൻഡറി സ്റ്റഡീസ് ഡിപ്ലോമ, പിന്നെ അല്ലെങ്കിൽ ക്യൂബക്കിൽ നിന്നുള്ള ഒരു ഡിപ്ലോമ, അതൊരു അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ എങ്കിലും ഫുൾ ടൈം ആയിട്ടുള്ള ഒരു കോഴ്സ് എന്നുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് വർക്ക് എക്സ്പീരിയൻസ്. അത് നമ്മൾ ലാസ്റ്റ് 3 ഇയേഴ്സിനുള്ള മിനിമം ഒരു 24 മന്ത്സ് എങ്കിലും അവർക്ക് നമ്മൾ ഫുൾ ടൈം ആയിട്ടുള്ള ജോലി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു സ്പെസിഫിക് സെക്ടറിൽ, ലൈക്ക് ഫുഡ് പ്രോസസിംഗിന്റെ സെക്ടർ. അപ്പൊ മെയിൻ ആയിട്ട് ആ സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് ബിവറേജ്, അങ്ങനത്തെ പ്രോസസിംഗ്, അതിന്റെ പാക്കേജിങ്, അങ്ങനത്തെ സെക്ടേഴ്സ് ഒക്കെയാണ്. അപ്പൊ അങ്ങനത്തെ കാര്യത്തിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അറ്റ്ലീസ്റ്റ് 24 മന്ത്സ് എങ്കിലും എക്സ്പീരിയൻസ് വേണം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം വർക്ക് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫുഡ് പ്രോസസിംഗ് വർക്കേഴ്സിന്റെ NOC കോഡിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നിങ്ങളുടെ കാര്യം എലിജിബിൾ ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. കാരണം ഒരു സ്പെസിഫിക് കോഡുകൾ ഉണ്ട്. ആ കോഡുകളിലുള്ള ജോലികൾ മാത്രമേ അവർ എലിജിബിൾ ആക്കുകയുള്ളൂ. പിന്നെ മെയിൻ ആയിട്ട് അറിയാലോ, ക്യൂബക്കാണെങ്കിൽ ഫ്രഞ്ച് പ്രൊഫീഷ്യൻസി ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ CLB ലെവൽ 7 ആണ് അവർ ഉദ്ദേശിക്കുന്നത്, ഫ്രഞ്ച് പ്രൊഫീഷ്യൻസി. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ലാസ്റ്റത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് അവിടെ ജോലി കിട്ടി അവിടെ നിൽക്കാനുള്ള ഒരു അറ്റ്ലീസ്റ്റ് നമ്മളൊരു സ്റ്റെബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻകം നമ്മുടെ കയ്യിൽ ഉണ്ട്, പ്രൂഫ് ഓഫ് ഫണ്ട് നമ്മൾ കാണിക്കണം. എന്നാലും കൂടിയാണ് നമുക്ക് ആ ഒരു ഈ ഒരു ഫസ്റ്റത്തെ അപ്ലിക്കേഷൻ ഫുഡ് പ്രോസസിംഗ് വർക്കേഴ്സിന്റെ പൈലറ്റ് പ്രോഗ്രാമിൽ എലിജിബിൾ ആവാൻ പറ്റുള്ളൂ. അപ്പൊ അറിയാലോ, 18 വയസ്സിന് മുകളിലാവണം, അവിടെ സെറ്റിൽ ആവാൻ പറ്റണം, പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കണം. പിന്നെ അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ അവിടെ ക്യൂബക്കിൽ പഠിച്ചൊരു ഡിപ്ലോമ, പിന്നെ അതുപോലെ ഒരു 2 ഇയേഴ്സ് എങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾ ആ ഒരു എലിജിബിൾ സെക്ടേഴ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു എലിജിബിൾ സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ഫുഡ് മാനുഫാക്ചറിങ്ങും ബിവറേജ് മാനുഫാക്ചറിങ്ങും, അതിന്റെ പ്രോസസിങ്, അതിന്റെ പാക്കേജിങ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ NOC കോഡുകൾ ഉണ്ട്. അപ്പൊ ഇതില് മാത്രം ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ബെനിഫിഷ്യറി അറ്റൻഡന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ബെനിഫിഷ്യറി അറ്റൻഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് വേണ്ടിയിട്ടാണ്. അതിൽ തന്നെ ഒരു ബെനിഫിഷ്യറി അറ്റൻഡന്റിനാണ് കൂടുതലായിട്ട് ഈ ഒരു പ്രോഗ്രാം കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന് 2 കമ്പോണന്റ് ആണ് ഉള്ളത്. വർക്ക് കമ്പോണന്റും ഉണ്ട്, വർക്ക് സ്റ്റുഡന്റ് കമ്പോണന്റും ഉണ്ട്. ഈ 2 കമ്പോണന്റ് അനുസരിച്ച് അവരുടെ എലിജിബിലിറ്റിക്കും വ്യത്യാസമുണ്ട്. വർക്ക് കമ്പോണന്റ് എന്ന് പറയുന്നത് ആ ഒരു കാൻഡിഡേറ്റ് ഉണ്ടല്ലോ, ആള് ഓൾറെഡി ആ ഒരു ക്യൂബക്കിൽ പോയിട്ട് ബെനിഫിഷ്യറി അറ്റൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്
എങ്കിലാണെങ്കിലാണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുക വർക്ക് കമ്പോണന്റ് എന്നുള്ളത്. ഇനി ഒരു വർക്ക് സ്റ്റഡി കമ്പോണന്റ് എന്നുള്ള കാറ്റഗറി ആണെങ്കിൽ അതിൽ അവര് ആ ഒരു ബെനിഫിഷ്യറി അറ്റൻഡന്റിന് പറ്റുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ആ ക്യുബക്കിന്ന് പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ആളാണ് ഈ വർക്ക് സ്റ്റഡി കമ്പോണന്റ് എന്നുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ പെടുന്നത്. ഇനി രണ്ടുപേർക്കും കോമൺ ആയിട്ട് എന്തൊക്കെ എലിജിബിലിറ്റീസ് ആണ് വേണ്ടതെന്നുള്ളത് നോക്കാം. അതിൽ മെയിൻ ആയിട്ട് വേണ്ടത് 18 വയസ്സിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ സെറ്റിൽ ആവണം ക്യുബക്കില്. പിന്നെ അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രൊഫീഷ്യൻസി നിങ്ങൾക്ക് CLB ലെവൽ 7 വേണം. ഈ 3 കാര്യങ്ങൾ ഈ 2 കമ്പോണന്റിനും ഈക്വൽ ആണ്. ഇനി ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള എലിജിബിലിറ്റീസ് ഉണ്ട്. അതിൽ തന്നെ ഇപ്പോൾ വർക്ക് കമ്പോണന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ വർക്ക് ചെയ്യാണ് ബെനിഫിഷ്യറി അറ്റൻഡന്റ് ആയിട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളതാണ് അടുത്തത്. അത് അവർ പറയുന്നത് എങ്ങനെയാണെന്ന് ഒരു 3 ഇയേഴ്സിൽ നിങ്ങൾക്ക് ഒരു 24 മന്ത്സ് എങ്കിലും എക്സ്പീരിയൻസ് ഈ ഒരു ബെനിഫിഷ്യറി അറ്റൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാലാണ് നിങ്ങൾ എലിജിബിൾ ആവുക. അതല്ലെങ്കിൽ നിങ്ങൾ ബെനിഫിഷ്യറി അറ്റൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 വർഷം ഹെൽത്ത് കെയറിൽ ഏതെങ്കിലും ഫീൽഡിലും 1 വർഷം ബെനിഫിഷ്യറി അറ്റൻഡന്റ് ആയിട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്താൽ മതി. ഇനി വർക്ക് സ്റ്റഡി കമ്പോണന്റ് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നിങ്ങൾ ക്യുബക്കില് ഈ ഒരു ബെനിഫിഷ്യറി അറ്റൻഡന്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് പഠിച്ച ഒരാളാണെങ്കിലാണ് ഈ വർക്ക് സ്റ്റഡി കമ്പോണന്റ് വരുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ വൊക്കേഷണൽ സ്റ്റഡീസ് ഡിപ്ലോമ ക്യുബക്കിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ഒരു വൊക്കേഷണൽ സ്റ്റഡി ഡിപ്ലോമ എന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്ന ഒരു 870 അവേഴ്സ് എങ്കിലും നിങ്ങൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അതിന്റെ കൂടെ നിങ്ങൾ വർക്ക് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ഇയർ 12 മന്ത്സ് എങ്കിലും നിങ്ങൾ ബെനിഫിഷ്യറി അറ്റൻഡന്റ് ആയിട്ട് ഫുൾ ടൈം ആയിട്ട് ക്യുബക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാലാണ് നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ. ഇതിന് പറ്റുന്ന എലിജിബിലിറ്റി സെക്ടർ എന്ന് പറയുന്നത് 2 സെക്ടേഴ്സ് ആണ്. ഒന്ന് ബെനിഫിഷ്യറി അറ്റൻഡന്റും പിന്നെ ഒന്ന് നഴ്സും. അപ്പൊ ഈ 2 പേർക്കും ക്യുബക്കിൽ പോയിട്ട് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്യുബക്കിൽ നഴ്സ് ആണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹെൽത്ത് കെയർ ഫീൽഡിൽ പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ടർ ആണ്, ഒരു ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം ആണ് ഈ ഒരു രണ്ടാമത്തെ പ്രോഗ്രാം ബെനിഫിഷ്യറി അറ്റൻഡീസ്. അപ്പൊ അതിന്റെ കോഡ് എന്ന് പറയുന്നത് ഇപ്പൊ ബെനിഫിഷ്യറി അറ്റൻഡന്റ് ആണെങ്കിൽ നിങ്ങളുടെ കോഡ് CNP 33102. പിന്നെ നേഴ്സ് ആണെങ്കിൽ അതിന്റെ വേറെ കോഡ് ഉണ്ട്. ഇപ്പൊ നേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് സപ്പോർട്ട് റോളുകൾ. അപ്പൊ ഇവർക്കും ഈ ഒരു ബെനിഫിഷ്യറി അറ്റൻഡി വഴി നിങ്ങൾക്ക് PR-നുള്ള പൈലറ്റ് പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി മൂന്നാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഒന്ന് പെർമനന്റ് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം ഫോർ AI ആൻഡ് അല്ലെങ്കിൽ IT ആൻഡ് വിഷ്വൽ ഇഫക്ട്സിനെ കുറിച്ചായിരുന്നു. അപ്പൊ ഈ രണ്ടിനും 2 എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണുള്ളത്. ആദ്യം തന്നെ കോമൺ ആയിട്ട് രണ്ടിനും ഒരു സെറ്റിൽ ആവണം ക്യുബക്കില്, ഫ്രഞ്ച് പ്രൊഫീഷ്യൻസി, പിന്നെ 18 ഇയേഴ്സിന് മുകളിലാവണം, അതെല്ലാം കോമൺ ആണ്. പിന്നെ ബാക്കി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വർക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് AI, ഇപ്പം അതിന് AI-ല് സെക്ടറിലാണ് വർക്ക് ചെയ്യണേ, AI കമ്പോണന്റിൽ എന്തൊക്കെയാണ് എലിജിബിൾ ആവുക എന്നുള്ളത് നോക്കാം. അപ്പൊ ഫസ്റ്റത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് AI റിലേറ്റഡ് ആയിരുന്നല്ലോ. അപ്പൊ അതിൽ നിങ്ങളെ പറയുന്നത് ഒരു ക്യുബക്കില് ബാച്ചിലറേറ്റിനോ അല്ലെങ്കിൽ അതിന് മുകളിലോ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതിന്റെ കൂടെ തന്നെ നിങ്ങളൊരു ലാസ്റ്റ് 60 മന്ത്സിനുള്ളിൽ അറ്റ്ലീസ്റ്റ് ഒരു 24 മന്ത്സ് എങ്കിലും AI റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളായിരിക്കണം. അതല്ലെങ്കിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ മാസ്റ്റേഴ്സോ ഡോക്ടറേറ്റോ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ എടുത്തിട്ടുള്ള ആളായിരിക്കണം ലൈക് ക്യുബക്കിന്ന്. പിന്നെ അതിന്റെ കൂടെ മിനിമം ഈ ഒരു AI സെക്ടറിൽ വർക്ക് ചെയ്യണ ഫുൾ ടൈം ജോലി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. വിത്ത് സാലറി ഒരു 75,000 ആണ്. വിത്തിൻ ഔട്ട്സൈഡ് ആണ്, നിങ്ങൾ മോൺട്രിയലിന് പുറത്താണ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 75,000 സാലറി ആനുവൽ ഇൻകം വേണം. ഇനി അതല്ല നിങ്ങൾ മോൺട്രിയലിന് ഉള്ളിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 1 lakh ആനുവൽ ഇൻകമെങ്കിലും വേണം. എന്നാലാണ് നിങ്ങൾക്ക് ആ ഒരു എലിജിബിലിറ്റി കിട്ടുള്ളൂ. ഈ ഒരു മറ്റേ ഫസ്റ്റത്തെ എലിജിബിലിറ്റി ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു എലിജിബിലിറ്റി ഇല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് ആ ഒരു ബാച്ചിലറേറ്റ് ഹയർ അതിന്റെ കൂടെ നിങ്ങൾക്ക് ആ 24 മന്ത്സ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ നല്ലൊരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സാലറി ഉള്ള ഒരു ഫുൾ ടൈം ജോബ് AI സെക്ടറിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എലിജിബിൾ ആവുള്ളൂ. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് സ്പെഷ്യലൈസ്ഡ് ഡെസ്ക് ഡിപ്ലോമ അതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ക്യുബക്കിന്ന് ഒരു വിത്തിൻ 2 ഇയേഴ്സ് എടുത്തിട്ട് അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം എക്സ്പീരിയൻസ് നിങ്ങൾ ഈ ഒരു AI സെക്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എലിജിബിലിറ്റി കിട്ടും എന്നാണ് പറയുന്നത്. ഇതാണ് AI കമ്പോണന്റിന്റെ പറയുന്ന കാര്യം. ഇനി അടുത്ത് നമ്മുടെ IT ആൻഡ് വിഷ്വൽ എഫക്ട്സ് ഉണ്ട്. അതിന്റെ എലിജിബിലിറ്റി വേറെയാണ്. അതിലും പറയുന്നത് എന്താ വെച്ചാൽ കനേഡിയൻ ക്യുബക്കിന്റെ ബാച്ചിലറേറ്റ് അല്ലെങ്കിൽ ഹയർ ആയിട്ടുള്ള ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ആ ഒരു 60 മന്ത്സിനുള്ളിൽ അറ്റ്ലീസ്റ്റ് 24 മന്ത്സ് എങ്കിലും ആ ഒരു ഫീൽഡിൽ IT ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഫുൾ ടൈം ഒരു ക്യുബക്കിൽ നല്ലൊരു കോമ്പറ്റേറ്റീവ് സാലറിയിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം ജോബ് ഉണ്ടായിരിക്കണം. ഇത്രയും എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മൂന്നാമത്തെ പ്രോഗ്രാമിന്റെ സെക്കൻഡ് കമ്പോണന്റ് ഉണ്ടല്ലോ IT ആൻഡ് വിഷ്വൽ എഫക്ട്സ്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. അപ്പൊ ഈ ഒരു 3 പ്രോഗ്രാംസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ ഫുഡ് പ്രോസസിംഗ്, ബെനിഫിഷ്യറി അറ്റൻഡി, പിന്നെ ഈ ഒരു AI ആൻഡ് IT അങ്ങനത്തെ ഫീൽഡ്. അപ്പൊ ഈ ഒരു ഫീൽഡുകളിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ശ്രമിച്ചു നോക്കാൻ പറ്റുന്ന ഒരു പൈലറ്റ് പ്രോഗ്രാംസ് ആണ് ക്യുബക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ ലേബർ ഷോർട്ടേജ് കുറയ്ക്കാനും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ വീണ്ടും ഇൻവൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആണിത്.
അപ്പോൾ നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിക്ക് CLB 7 വാങ്ങണം ഫ്രഞ്ചില്. പിന്നെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ആ ഒരു ഫാസിയ പ്രൊഫൈലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിലാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നത്. അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കൂടുതലായിട്ട് ഈ പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അത് നിങ്ങൾ പോയി നോക്കുക, ചെക്ക് ചെയ്യുക നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈലറ്റ് പ്രോഗ്രാം വഴി PR കിട്ടാനുള്ള സാധ്യതയുണ്ട്. PR-നുള്ള ഒരു പാത്വേ കുറച്ചും കൂടെ ഈസി ആക്കുന്ന രീതിയിലുള്ള 3 പൈലറ്റ് പ്രോഗ്രാംസ് ആണ് ഈ ഒരു ക്യൂബക്കിന്റെ ഉള്ളത്. അപ്പൊ December 31st വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അപ്ലൈ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അതിൽ അപ്ലൈ ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണമെങ്കിൽ അതിന്റെയും കൂടെ കാര്യങ്ങൾ നിങ്ങൾ കമന്റിൽ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ശരി, ബൈ.